നാടകം വേനൽ ചൂടിൽ വെന്തുരുകുമ്പോൾ മണ്ണിൽ ജീവന്റെ വിത്ത് പാകി ഹരിത സുരഭിലമായ ഭൂമിയെ വീണ്ടെടുക്കുവാൻ സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി മാനവരാശിക്ക് നൽകിയ മഹത്തായ സന്ദേശമാണ് വിഷുത്തൈനീട്ടം. കാലാതിവർത്തിയായ അമ്മയുടെ ഈ ആശയം ഇന്ന് ലോകം മാതൃകയാക്കി കഴിഞ്ഞിരിക്കുന്നു. ഈ വിഷുക്കാലത്തും ഈ നാണയത്തുട്ടുകൾക്കൊക്കെ അപ്പുറം വരും തലമുറയ്ക്കായി ഒരു പച്ചപ്പും കുളിർമയും സമ്മാനിക്കുകയാണ് മാതാ അമൃതാനന്ദമയി മഠം. വിഷു എന്ന് കേൾക്കുമ്പോൾ മലയാളിയുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് കണിവെള്ളരി, കൊന്നപ്പൂക്കൾ, പിന്നെ കൈനീട്ടം. എന്നാൽ ഈ പതിവിന് ഒരു പുതുവ്യാഖ്യാനം നൽകുകയാണ് വിഷുത്തൈനീട്ടം. നാണയത്തുട്ടുകൾക്കപ്പുറം വരും തലമുറയ്ക്കായി ഒരു പച്ചപ്പും കുളിർമയും സമ്മാനിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മാതാ അമൃതാനന്ദമയി മഠം ഈ പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുന്നത്. മനുഷ്യൻ പ്രകൃതിയെ മറക്കുമ്പോൾ സ്വന്തം നിലനിൽപ്പിനെയാണ് അപകടത്തിലാക്കുന്നത്. അമ്മയുടെ ഈ വാക്കുകളാണ് വിഷുത്തൈനീട്ടം പദ്ധതിയുടെ പ്രചോദനം. വിഷുക്കണിയോടൊപ്പം ഇനി ഒരു വൃക്ഷക്കണിയും. ഭൂമിയെ സ്വർഗഭൂമിയാക്കുക എന്ന ലക്ഷ്യത്തോടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി പ്രതിവർഷം ലക്ഷക്കണക്കിന് വൃക്ഷത്തൈകളാണ് ആയുധങ്ങളുടെ നേതൃത്വത്തിൽ നട്ടുപിടിപ്പിക്കുന്നത്. പ്രകൃതി സംരക്ഷണവും വനവൽക്കരണവും അതുപോലെ തന്നെ പരിസ്ഥിതി സംരക്ഷണവും മുൻനിർത്തിക്കൊണ്ട് മാതാ അമൃതാനന്ദമയി മഠം നമ്മുടെ ഗുരുവായ അമ്മയുടെ അനുഗ്രഹത്താൽ ആരംഭിച്ച പദ്ധതിയാണ് വിഷുത്തൈനീട്ടം. 2026 വിഷുത്തൈനീട്ടം പ്രൗഢഗംഭീരമായി തന്നെ ആശ്രമത്തിൽ നടത്തുകയുണ്ടായി. ഈ വർഷത്തെ നമ്മുടെ മുഖ്യ ഉദ്ദേശ്യമാണ് സഹജീവനം സഞ്ജീവനം എന്നത്. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഈ ലോകത്ത് ജീവിക്കുവാനുള്ള അവകാശമുണ്ട്. പക്ഷിമൃഗാദികൾക്കും തരുലതാദികൾക്കുമെല്ലാം നമ്മോടൊപ്പം മനുഷ്യരോടൊപ്പം ഈ ലോകത്ത് ജീവിക്കുവാനുള്ള അവകാശമുണ്ട്. ആ ഒരു കാര്യത്തെ ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് എല്ലാത്തിനെയും സഹായിക്കാം, എല്ലാവരെയും സഹായിക്കാം. അങ്ങനെ സഹവർത്തിത്വത്തിൻ്റെ ആ ഒരു മനോഹരമായ സന്ദേശം നമുക്ക് മാനവരാശിക്ക് അമ്മയുടെ അനുഗ്രഹത്തോടെ പകർന്നു നൽകാം. ഈ വർഷം ചങ്ങാതി ചെടികൾ പുഞ്ചിരിപ്പൂക്കൾ എന്ന സന്ദേശത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനവും ആഗോളതാപനവും ഭീഷണി ഉയർത്തുന്ന ഇന്നത്തെ കാലത്ത് വിഷുത്തൈനീട്ടം ഒരു ചടങ്ങ് മാത്രമല്ല, ഭൂമിയെ തിരിച്ചുപിടിക്കാനുള്ള ഒരു മൗന വിപ്ലവമാണ്. ആശ്രമത്തിൽ നടന്ന വിഷുദിനാഘോഷത്തിൽ വിദേശികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് ഭക്തരും സന്യാസികളും ആശ്രമവാസികളും പങ്കെടുത്തു. വിഷുത്തൈനീട്ടത്തിന്റെ ഭാഗമായി വിതരണം ചെയ്ത വൃക്ഷത്തൈകൾ മഠത്തിന്റെ യുവജന സംഘടനയായ അയുധ് പ്രതിനിധികൾ അമ്മയിൽ നിന്ന് ഏറ്റുവാങ്ങി. പ്ലാസ്റ്റിക് പൂർണ്ണമായി ഒഴിവാക്കി ജൈവരീതിയിൽ തയ്യാറാക്കിയ ചെടിച്ചട്ടികളിലാണ് തൈകൾ വിതരണം ചെയ്തത്. വിഷുവിന് കണിവെക്കുമ്പോൾ ഒരു വൃക്ഷത്തൈ കൂടി കണിവെക്കാനും കൈനീട്ടത്തോടൊപ്പം ഒരു തൈ കൂടി സമ്മാനിക്കാനും പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നു. അമൃതപുരിയിൽ നടന്ന വിഷുത്തൈനീട്ടം ചടങ്ങിൽ പ്രമുഖരും പങ്കെടുത്തു. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ ജിതുലാൽ മീണ, ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ഗ്രൂപ്പ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ മനോജ് കുമാർ സൊന്താലിയ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ സാന്നിധ്യം വഹിച്ചു. നാണയത്തെക്കാൾ വിലപിടിപ്പുള്ളത് നാളെയുടെ പച്ചപ്പ് തന്നെയാണ്. അത് സമ്മാനിക്കുകയാണ് വിഷുത്തൈനീട്ടം. അമൃത ന്യൂസ്, കൊല്ലം.